അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദിയുടെ വീട് ഒരുക്കത്തിലാണ്. അതെ, സൗദിയുടെയും സത്താറിൻ്റെയും നിക്കാഹിനുള്ള തിരക്കുകളാണ്. എന്നാൽ സൗദിയുടെ സമ്മതമോ അല്ലെങ്കിൽ സൗദിയെക്കുറിച്ച് എന്തെങ്കിലും കല്യാണത്തിനെ കുറിച്ചോ മറ്റു ഒരു കാര്യവും തന്നെ അവളോട് ചോദിക്കുന്നില്ല. അവർക്കല്ലെങ്കിലും എന്താ നവാസ് ഒഴിവാക്കിയിട്ടുണ്ടോ, യുദ്ധ കഴിഞ്ഞോ, ആ കാര്യം ഒന്നും തന്നെ ഇല്ല. അവർ അവരുടെ ഇഷ്ടങ്ങൾ മാത്രം ചെയ്യുകയാണ്. ശരിക്കും അതിനുവേണ്ടി ഓട്ടപ്പാച്ചിലാണ് നമ്മുടെ കുഞ്ഞിക്കതിയാത്ത. എന്നാൽ വീട്ടിൽ ഇത്രയധികം ആളുകളെ വിളിക്കുന്നതും കല്യാണം നടത്തുന്നതും ഒന്നും ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. സൗദ കരഞ്ഞുകൊണ്ട് റൂമിലിരിക്കുമ്പോൾ അന്ന് ഹസീൻ അങ്ങോട്ട് വന്നു. ഇത്താത്ത നിങ്ങൾക്ക് നാണല്ലേ? ആ 2-3 മക്കളുള്ള അയാളെ കൊണ്ട് നിങ്ങൾ കല്യാണം, എനിക്ക് സത്യം പറഞ്ഞാൽ അറപ്പും വെറുപ്പും തോന്നുകയാണ്. നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കൂടെ എടുക്കെങ്കിലും? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വേണ്ടാത്ത പ്രവർത്തിക്കുന്നത്? വെറുതെ ഓരോന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൾ ദയനീയമായി അനിയത്തിയെ നോക്കി. അതിന് ഞാനൊന്നും, ആരുടെ കല്യാണം? എൻ്റെ ഒരു കല്യാണം ഒന്നുമില്ല. നിങ്ങളെല്ലാവരും കൂടി എന്തൊക്കെ പറയുന്നു, ഞാനതങ്ങ് കേൾക്കുന്നു. അല്ലാതെ എനിക്ക് വീട്ടിലൊന്നും പറയാനുള്ള അവകാശമില്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇത്താത്ത നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കൂടെ എങ്ങോട്ടെങ്കിലും? ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഇനി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു നല്ല കല്യാണക്കാരൻ വരുമ്പോഴേ അതൊരു ശല്യാവൂലേ? ഇത് നിങ്ങൾ അതും പല പേരുകളിലും അറിയപ്പെടും ഇനിയിപ്പോൾ ഈ വീട്. ദയവായി ഇത്താത്ത നിങ്ങളൊന്ന് മാറി തന്നൂടെ? എന്നാൽ സൗദിയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നു. അതെ, ഹസീന എന്തൊക്കെയോ ഉറപ്പിച്ച് നിൽക്കുകയാണ്. ഹസീനക്ക് എന്തൊക്കെയോ നേടിയെടുക്കണം എന്തൊക്കെയുള്ളതുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല സത്താറിൻ്റെ കൂടെയുള്ളൊരു ജീവിതം. ഒന്നുമില്ലെങ്കിലും അത് ഒറ്റയ്ക്ക് ജോലിയെടുത്തെങ്കിലും ജീവിക്കണം. അല്ലാതെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത്, ഒരാൾക്ക് മുമ്പിലും തല കുനിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. അതെനിക്ക് നന്നായിട്ടറിയാം. ശരിക്കും കല്യാണ തിരക്കുകളാണ്. വീടെല്ലാം നല്ല രീതിയിൽ അലങ്കരിക്കുകയാണ്. ഒരു നിമിഷം അതവൾ ഓർത്തു, റബ്ബേ, എൻ്റെ നവാസ്ക്ക് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ ഒരു വീട്. അതിനുവേണ്ടി അത്യധികം അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ എന്നോട് ഇത്രയധികം മോശമായ രീതിയിലാണ് ഇവിടെ പെരുമാറുന്നത്. ഇപ്പോൾ എന്താന്നില്ലേ, എന്താചാരമാണിതെന്ന് എനിക്കറിയുന്നില്ല. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഉമ്മയുടെ വേദന അത് സൗദിയിൽ ഉണ്ടായിരുന്നു. അതെ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് ശരിക്കൊന്ന് കാണാൻ പോലും തന്നില്ല. എനിക്ക് എൻ്റെ ഉമ്മാനെ തന്നെയാണ് സംശയം. ഉമ്മയാണ് എൻ്റെ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയി കളഞ്ഞത്. അതെനിക്ക് നന്നായിട്ടറിയാം. അതെ, ഉമ്മയുടെ ജീവിതത്തിലൊരു ചരിത്രമുണ്ടത്രേ. ആ ചരിത്രം, അതെ, പ്രസവിച്ചത് 6ാമതും പെൺകുട്ടിയായപ്പോൾ ആ പെൺകുട്ടിയെ തോട്ടിലൂടെ അങ്ങ് വലിച്ചെറിഞ്ഞത്രേ. അങ്ങനെ ഒരു ചരിത്രം അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ആ സ്വഭാവം ഉമ്മ ഒരിക്കലും മാറ്റൂല. അവൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഉമ്മയോടൊന്ന് ചോദിക്കണം, എൻ്റെ കുഞ്ഞെവിടെയെന്ന് ചോദിക്കണം എനിക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഒരു ഭ്രാന്തിയെ പോലെ നടന്നാലും ശരി, ഒരിക്കൽ പോലും ഞാൻ ഒരാളുടെ മുമ്പിലും കൈ നീട്ടില്ല. സൗദ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹസീന ഇടയ്ക്കിടെ വരുന്നുണ്ട്. അവളെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഇത്താത്തൻ്റെ കല്യാണം പോലും 2ാം കല്യാണം, അതിനു വേണ്ടി മുപ്പത്തേര് വേണ്ടാന്ന് പോലും പറയണില്ലല്ലോ. വല്ലാത്തൊരു സാധനം തന്നെ. ഹസീന ഓരോന്ന് പ്രാഗി പറയുന്നു. എന്നാൽ ഈ സമയം അതാ ഉമ്മ സൗദിയുടെ അടുത്തേക്ക് വന്നു. മോളെ സൗദ, ഈ ഇങ്ങനെ ചത്ത ചാകാലികളും അവരെ ഇരിക്കല്ലേ പെണ്ണേ, നല്ല മട്ടത്തിലൊന്ന് നിൽക്ക്. നമ്മളെ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും വിളിക്കുന്നൊരു കല്യാണമാണ് ഇതാക്കുന്നത്. ഇജിങ്ങനെ ഉഷാറില്ലാതായി എന്താണ്? ഇപ്പോൾ സത്താറ് കണ്ടില്ലേ, എന്താ ഓൻ്റെ ഒരു മൊഞ്ച്. ഇജു അതേപോലെ എന്താണ് പൻ്റെ ഒരു കോലം കണ്ടാൽ? ഉമ്മ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ എൻ്റെ ബലിയാടാക്കണേ? എനിക്കിഷ്ടമല്ല. എന്നോട് ചോദിച്ചു നിങ്ങൾ? സൗദ, മിണ്ടാതെ അവിടെ ഇരുന്നോ, മിണ്ടാതെ പറഞ്ഞിട്ട് കേട്ടാൽ മതി. അതെ, അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ വേറെ ആൾക്കാരുണ്ട് ഇവിടെ, അവരെ കൊണ്ട് കെട്ടിച്ചോളി. അല്ലാതെ എന്നെ കൊണ്ടല്ല അയാളെ കെട്ടിക്കുക, എനിക്ക് താല്പര്യമില്ല. ഉമ്മയോട് അവൾ തുറന്നടിച്ച് പറഞ്ഞപ്പോൾ ഹസീൻ അത് കേട്ടു. അവളുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വിടർന്നു. അങ്ങനെ ഒരു വഴിക്ക് വരി താത്താ,
ഉം, എന്തൊക്കെ തന്നെയായാലും സത്താർക്കാനെ എനിക്കിഷ്ടമാണ്. അത് പിന്നെ എന്തൊക്കെ തന്നെയായാലും അങ്ങനെ വഴിക്ക് വരും ഉമ്മയോട് അങ്ങനെ പറയും. എന്നാൽ ഉമ്മ പറഞ്ഞത്, എടി ഓളെന്ന് വെച്ചാൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ കെട്ടിക്കൊണ്ടുപോകും, ഇജി എന്ന് വെച്ചാൽ ഒന്ന് കെട്ടിച്ച് നിൽക്കുകയാണ്, രണ്ടാം കെട്ടാണിത്, അനക്കിതൊക്കെ തന്നെ നടക്കുള്ളൂ. പിന്നെ ഓനവിടെ ഉണ്ടായ ഞമ്മക്കും ഒരു സുഖമാണ് എല്ലാം കൊണ്ടും. എന്നാൽ സത്താർ അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. ഉമ്മ, എന്താ പ്രശ്നം? എൻ്റെ പൊന്നാര മോനെ, ഓളൊന്ന് റെഡിയാക്കി എടുക്കാനുള്ളൊരു പണി റഹ്മാനെ, വല്ലാത്തൊരു പുതുമന്നെ. ഇങ്ങനൊരു ഇതിനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഉമ്മാരൊക്കെ പറഞ്ഞാണ് അനുസരിച്ച് കേട്ട് നിൽക്കും. അങ്ങനത്തെ ഒരു ചിന്തന്നല്ല, വല്ലാത്തൊരു പുതുമന്നാണിത്. ഒക്കെപ്പാടൊരു ഗതിയേട്. ഉമ്മ, അതൊക്കെ ശരിയായിക്കോളും, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ടേ. അവളൊക്കെ ശരിയാക്കി എടുക്കാനേ എനിക്കറിയാം. അതൊക്കെ ഞാൻ എന്താ വെച്ചാൽ അതിൻ്റെ മട്ടത്തിന് ചെയ്തുകൊണ്ട്, അല്ലാതെ ഉമ്മഞ്ഞോളെ ഒരുപാട് ഒരുപാട് പറഞ്ഞിങ്ങനെ വിഷമിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്താർ ഉമ്മയെ ആശ്വസിപ്പിച്ചു. എന്നാൽ സൗദ ഒന്നും മിണ്ടാതെ അവരുടെ സംഭാഷണം കേട്ടു നിന്നു. സത്യം പറഞ്ഞാൽ ആരെവിടെ നാടകം കളിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എനിക്കറിയുന്നില്ല. പക്ഷെ ഉമ്മാക്ക് പലതും അറിയുന്നില്ല. എന്നാൽ അതറിയാതെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ തന്നെയാലും ആർക്കും ഒരു ശല്യമാകാതെ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. അങ്ങനെ അതാ അവരുടെ വിവാഹ ദിവസം വന്നെത്തുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടെ എല്ലാവരും എത്തിച്ചേരുകയാണ്. നാളെയാണ് അവരുടെ രണ്ടുപേരുടെയും നിക്കാഹിൻ്റെ ദിവസം. എല്ലാവരോടും പറഞ്ഞു. സൗദ കണ്ണീർ വാർത്തു. സത്താർ എന്ന പേരിൽ ഒരാളെ ഞാൻ കല്യാണം കഴിക്കുക, എനിക്കെന്ത് ഭ്രാന്തുണ്ടോ? പക്ഷേ ഉമ്മ പറഞ്ഞ വാക്ക്, എടി നീ എങ്ങാനും ഇതിന് നിന്നിട്ടില്ലെങ്കിലേ എൻ്റെ മയ്യത്തായിരിക്കും ഈ വീട്ടിൽ നിന്ന് ആളെ ഇറക്കുക. അത് കാണാനാണോ അനക്ക് ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ. എന്നാൽ അവൾ അതിനൊന്നും മിണ്ടിയില്ല. അതെ, അതിനേക്കാളും നല്ലത് എൻ്റെ മയ്യത്തായിരിക്കും കൊണ്ടുപോകണം നല്ലത് ഇവിടുന്ന്. എല്ലാവർക്കും ശല്യമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ പലരുടെയും പല ഇഷ്ടങ്ങൾ നടക്കുന്നുണ്ട്, ആരാരും അറിയാതെ. അതൊന്നും ആരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. എല്ലാ കുറ്റങ്ങളും അതെൻ്റെ തലയിലേക്കാണ് വരുന്നത്. സൗദ ഓരോന്ന് വിചാരിച്ചു. അങ്ങനെയതാ അയൽവാസികളെല്ലാം എത്തിത്തുടങ്ങി. എന്നാൽ റജിനത്ത വന്നില്ല. റജിനത്ത ചില കാര്യങ്ങൾ അറിഞ്ഞു. അതെ, തൊട്ടപ്പുറത്തുള്ള ആളുകൾ, ആ താത്ത വന്നു. എൻ്റെ റജിന, വല്ലാത്തൊരു പുതുമന്നാണത്. റബ്ബെ, കേട്ടിട്ട് മേനിങ്ങോട്ട് പുളിച്ചാണ്. എൻ്റെ പൊന്നാര റജിന, എന്നോട് പറയാൻ, ആ സൗദ ഇപ്പം പെറ്റ് നീച്ചിട്ടില്ലല്ലോ, പെറ്റ് കെടുക്കണ പെണ്ണാണ്. ആ പെണ്ണിനെ ഇറ്റാണല്ലോ ഇപ്പോൾ സത്താറ് കെട്ടാൻ പോണത്. വല്ലാത്തൊരു പുതുമന്നം. നല്ലൊരു പുത്തൻ വീട് തറവാട്ട് കെട്ടിച്ചിട്ട് ആ പെണ്ണിൻ്റെ ഒരു ബുദ്ധിമോശം കണ്ടില്ലേ? എന്നാൽ ശരിക്കും റജിനത്ത ഒന്നും മിണ്ടിയില്ല. താത്ത, പൊന്നാര താത്ത, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. നിങ്ങൾ എന്നോട് ഈ വിധ കാര്യങ്ങൾ പറയും വേണ്ട. അല്ലടി, എന്നോട് കല്യാണം പറഞ്ഞില്ലേ? എന്നോടൊക്കെ കല്യാണം പറഞ്ഞേക്കണേ, നേരത്തെ കാലത്ത് തന്നെ ചെല്ലാനും പറഞ്ഞേക്കണേ. അപ്പോൾ ഇന്നെ ഞാനോട് പോട്ടെ. റജിനത്ത സങ്കടപ്പെട്ട് പറഞ്ഞു. പൊന്നാര താത്ത, നിങ്ങൾ പോകുവരെ എന്തേലും ചെയ്തോളി. അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ച് എന്നോട് നിങ്ങൾ പറയുന്നേ വേണ്ട. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല. റബ്ബേ, ഒരബദ്ധം പറ്റിപ്പോയി എനിക്ക്, ആ ഒരു അബദ്ധം. എന്നാലും സൗദ, നീ ഇത്ര മാത്രം ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലടി. സൗദ, എൻ്റെ നവാസിനെ ചതിച്ചില്ലേ? എൻ്റെ നവാസിനെ ഇത്രമാത്രം ക്രൂരയാകാൻ നിനക്ക് കഴിഞ്ഞല്ലോ സൗദ. ശരിക്കും അതാ റജിനത്ത വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ എന്തിനേ കരയണത്? അവരവരുടെ സ്വഭാവം കാണിക്കല്ലേ. അതിനിപ്പോൾ നിങ്ങളെന്തിനാ കരയണത്? നവാസ് ഖാൻ്റെ ഇപ്പം എന്തായാലും ഫസീലത്തൊക്കെ ഉണ്ടല്ലോ, മക്കളുണ്ട്. അവരെന്തെങ്കിലും കാട്ടങ്ങനെ പൊയ്ക്കോട്ടെ, ഓരോരോ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ഓരോ ഇതെല്ലാം അങ്ങനെയല്ല ഉമ്മ. എടി, അനക്ക് അത് പറയാം, പക്ഷെ എൻ്റെ നവാസിന് എത്രമാത്രം സങ്കടം ഉണ്ടാവും എന്നുള്ള കാര്യം. എൻ്റെ പൊന്നാരുമ്മ, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കല്ലേ. അവരെന്താ ചെയ്തോട്ടെ. എന്നാൽ ആ താത്ത വീണ്ടും, പൊന്നാര റജിന, അവിടുത്തെ ഒരു ആഡംബരം, അവിടുത്തെ ഒരു കാട്ടിക്കൂട്ടരും കൊണ്ട് കണ്ടാൽ ലക്ഷങ്ങൾ പൊടിച്ചേക്കണ ആ പെരമ്പലെന്ന് കണ്ടാ അറിയാം എന്താണ് എൻ്റെ ഒരു മൊഞ്ച്. എല്ലായിടത്തും ലൈറ്റും ഫാനും എ സിയും ഒക്കെ ആയിട്ട് സോളാർ വരെ വെച്ചേക്കണ്. അപ്പോൾ പിന്നെ എത്രമാത്രം വരുമാനം ഉണ്ടാവും ഓൽക്ക്? ആ സോളാർ ഇങ്ങനെ വെച്ചാലുണ്ടല്ലോ, പെരയിലിങ്ങനെ തന്നെത്താൽ ലൈറ്റും ഫാനും എ സി ഇങ്ങനെ വർക്ക് ചെയ്യും. 5 പൈസ വേണ്ടല്ലോ കറണ്ടിന്. അജ്ജാതി സാധനങ്ങൾ മുഴുവനും വെച്ചേക്കണ്. അത്രയും നല്ല പൂന്തോട്ടത്തൊക്കെ കണ്ട് സെറ്റാക്കിക്കണ കണ്ടാൽ നമ്മൾ നനക്കേണ്ട ആവശ്യമില്ല.
നനക്ക വെച്ചാൽ നമ്മൾ പൈപ്പ് പിടിച്ചിങ്ങനെ നനക്കുമല്ലോ, ഇത് നനക്കണ്ട, ഒരു സ്വിച്ചാണ് ഇട്ട് കൊടുത്താൽ മതി. അത് ഇതാ പൂന്തോട്ടത്തിലൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ മഴ പെയ്യണ മാതിരി ഇങ്ങനെ പെയ്യാണ്. അതൊക്കെ ഓരോ സംവിധാനങ്ങളേ. അത് മാത്രമല്ല, അടിച്ചോരാനും തുടക്കാനും വരെ മെഷീൻ ഉണ്ട് എന്നാണ് പറയേണ്ടത്. അതൊക്കെ കൊണ്ട് വെച്ച് കൊടുത്താലുള്ള വേസ്റ്റും അതും പൊടിയും വലിച്ചുകാണ്ട് പോരാത്തിന് തുടക്കലും കഴിഞ്ഞ് അങ്ങനെ പോരുന്നു. പാത്രം മോറാനോ, പാത്രം ഒരു കൈയോണ്ട് തുറണ്ട, എങ്ങനെ കരിട്ട് പാത്രം മോറിൻ്റെ പമ്പർന്നോളേനു കുഞ്ഞിക്കതിയ. ഓൾക്കിപ്പോൾ ആ മെഷീൻ കണ്ട് വെച്ചെടുത്ത പാത്രം മോറി ഇങ്ങോട്ട് കിട്ടും, അതും നല്ല ചുടുവെള്ളത്തിൽ. തിരുമ്പാനാണെങ്കിലും അത് പിന്നെ ഇപ്പം എല്ലായിടത്തും ഉള്ളതാണ്. എന്നാലും എന്തോ ഒരു സൗകര്യം കാര്യം എങ്ങനെയെന്നാവോ. ഏതായാലും അവർക്ക് വല്യമരോനെ കൊണ്ട് നല്ലോണം ഗുണം ഉണ്ടായിക്കണേ. ഇനി ഇപ്പത്തോൻ എന്താന്നാവോ. വല്യമരോൻ നല്ല മട്ടത്തിൽ പെരയും കൂടി എല്ലാതും, പെരയിൽ കാറ് വരല്ലേ, അതൊക്കെ സെറ്റാക്കി കൊടുത്തതിൻ്റെ ശേഷം ഓൽക്ക് അതിനെ പറ്റാതായി. ഓല കാര്യം നോക്കിക്കൊണ്ട് വന്നു. ഇപ്പോൾ അതാ സത്താറിനായിട്ട് എടുക്കണം. സത്താറിൻ്റെ പെണ്ണുങ്ങളൊരു പച്ചപ്പാവാണ്. പച്ചപ്പാവെന്ന് വെച്ചാൽ തൊള്ളിയിൽ വിരലിട്ടാൽ കടിച്ചാത്ത സാധനം. ഏതായാലും എൻ്റെ പൊന്നാരൻ്റെ റെജിന, അതൊരു ഇടങ്ങാറ്. കല്യാണത്തിന് ഞാൻ പോവുകയല്ല, കാരണം നമ്മൾ വിളിച്ചതല്ലേ, പോകാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പം പിന്നെ ഞമ്മക്ക് എന്താ കാട്ടാനുള്ളതെന്ന് വെച്ചാൽ വല്ലാത്തൊരു ഇടങ്ങാറാണ് കാണുമ്പോൾ. ആ പെണ്ണിനൊക്കെ നല്ല, ആ പെണ്ണിൻ്റെ ഒരു മനസ്സ് കണ്ടില്ലല്ലേ. സൗദ വല്ലാത്തൊരു സാധനം തന്നെയാണോ. സൗദനായിട്ട് മാത്രമല്ലടി, അസീനാനേറ്റവും വലിയ തൃപ്തിയിലാണ് ഓന്. അസീനാനേറ്റവും കിട്ടു ഓൻ കൊണ്ടെടുക്കണം, ഡ്രൈവിങ് പഠിപ്പിച്ച് എന്തൊക്കെയാണാവോ. ഏതായാലും എത്ര വരെ പോവും കാണാം. എന്നാൽ റെജിനത്ത പറഞ്ഞു, താത്ത ഈ കാര്യം നിങ്ങൾ ഇവിടെ പറയണ്ട, നിങ്ങൾ പൊയ്ക്കോളേ കല്യാണത്തിന്. ഈ കാര്യത്തിലൊന്നും അല്ല റെജിന, ഇജ്ജ് വരുന്നില്ലേ? എന്നോട് പറഞ്ഞല്ലേ? എന്നോട് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. നിങ്ങൾ പോയിക്കൊണ്ട് ചോറൊന്ന് പോരി, അതായിരിക്കും നല്ലത്. നാളെ കല്യാണം, തലേന്ന് തന്നെ എല്ലാം വന്നിക്കണേ. പുതിനെ മൈലാജി കല്യാണമൊക്കെ ഇക്കാരെന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ തന്നെയാലും. എന്നാൽ റെജിനത്തെ പൊട്ടിക്കരഞ്ഞു. റബ്ബേ, വല്ലാത്തൊരു വിധിയായി പോയല്ലോ റഹ്മാനെ. ഇതിപ്പോൾ ഉമ്മയോട് ഞാൻ പറയുന്നില്ല, ഉമ്മയോട് പറഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമായി തീരും. എന്നാൽ ഈ സമയം അതാ റാഹിലയും ഷെറീനയും അവർക്കും കല്യാണത്തിൻ്റെ വിളി വന്നിട്ടുണ്ട്. എന്നാൽ റാഹിലയോട് ഷെറീന പറയുന്നു, അല്ല പെണ്ണേ, അതേ കല്യാണല്ലേ, നാളെ എന്തൊക്കെയാലും എന്താലേ പുത്തൻ വീട് തറവാട്ടുകാരോട് തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. സൗദൻ്റെ കല്യാണം അല്ലടി, പെറ്റിച്ചിട്ടൊന്നുമില്ല, കുട്ടി മരിക്കുക എന്തൊക്കെ ചെയ്തിക്കണേ. എന്നാലും കല്യാണമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുത്തുകാണ്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടണം, എല്ലാവരും അതുകൊണ്ട് കണ്ടിട്ട് ഞെട്ടണം. എന്താ, എങ്ങനെയുണ്ട്, പറ്റൂലേ? എന്നാൽ റാഹില, എൻ്റെ പൊന്നാര താത്ത, നിങ്ങൾക്ക് മനുഷ്യന്മാരെ ഉപദ്രവിച്ച് പൂതിട്ടില്ല. എന്തിനാണ് മനുഷ്യന്മാരെ ഇത്രമാത്രം നിങ്ങൾ ബുദ്ധിമുട്ടാക്കി ഇടങ്ങാറാക്കുന്നത്? റായില, എൻ്റെ ഉസ്താദിൻ്റെ ക്ലാസ് നിർത്തിക്കോ. ഉസ്താദിൻ്റെ ക്ലാസ് എന്ന് കേട്ടോ അന്ന് മുതൽ തുടങ്ങിക്കണം എൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം. ഞാൻ ആ പുത്തൻ വീട് തറവാട്ട് നനച്ചുള്ളിപ്പണിക്ക് വിളിച്ചിട്ട് അതും വന്നില്ല. അവിടെ ആ പത്തായത്തിൽ എത്രങ്ങാനും ഒരു കോളാമ്പിയും കിണ്ടിയും അതുപോലെ തന്നെ കഞ്ഞൂറ്റിയും ഓരോ ഓടിൻ്റെ പാത്രങ്ങളൊക്കെ എത്രങ്ങാനും അഴടി. അതിനൊക്കെ എന്തേക്കാരും വില. പണ്ടത്തെ വലിയ വലിയ വെളുക്കും എല്ലാം ഉണ്ട്, പിച്ചളൻ്റെതായിട്ടും ചെമ്പിൻ്റെതായിട്ടൊക്കെ. ഇജ് അതിനും സമ്മതിച്ചില്ല. താത്ത, ഇനി നിങ്ങളിപ്പോൾ കക്കാനൊന്നും ഞാൻ ഇല്ല, കുറേ ഇടങ്ങാറയിക്കണ്, ഇനി എന്നെക്കൊണ്ട് കഴിയൂല. അന്ന് ആയുഷ്മാൻ്റെ ആ ഒരു സ്വർണം തന്നെ എടുത്തിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതങ്ങനെ അറിഞ്ഞാലേ ആ താത്തക്ക് നമ്മളോടുള്ള സ്നേഹമൊക്കെ കണ്ട് കഴിയും. ആര് പറഞ്ഞു നല്ലോണം സോപ്പിട്ട് കൂടണം, അതാ വേണ്ടത്. ഈജില്ലെങ്കിൽ വേണ്ട. കല്യാണത്തിന് ഞാനില്ല. അതെന്താടി, എന്നോട് ആ തള്ള അങ്ങനെയും വിളിച്ച് പറഞ്ഞിട്ട് പോകണില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. എനിക്കത് വലിയൊരു ഇടങ്ങാറായിട്ട് തോന്നാണ്. ഇജിപ്പോൾ നല്ല ആളയക്കണ്. ആ ഉസ്താദിൻ്റെ ക്ലാസ് എത്രയൊക്കെ തന്നെ ആയില്ലടി. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയതല്ലടി. സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു ഉസ്താദിൻ്റെ കൂടെ ജീവിക്കല്ലടി ഓള്. താത്ത, അതൊക്കെ മാനമര്യാദയിൽ നിക്കാഹ് കഴിഞ്ഞാണ്, അല്ലാതെ ഒളിച്ചോടി പോയതൊന്നല്ലല്ലോ. നമ്മൾ ഇക്കാക്കാൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണമല്ലേ. അത് ഏത് സമയവും കുടിയും വലിയൊക്കെ ആയിട്ട് കുടുംബം നോക്കാതെ കഷ്ടപ്പെടുത്തി. സെമീറാനെ കുറേ കഷ്ടപ്പെടുത്തിയില്ലേ. ശരിയാണ്, ഞാനും കുറേ കഷ്ടപ്പെടുത്തിയേക്കണേ. ഇപ്പം എനിക്ക് കൈമകൾ കുറ്റബോധം തോന്നുന്നുണ്ട് താത്ത. ഇജ്ജ് കുറ്റബോധമായിട്ട് അവിടെ നടന്നോ? ഞാൻ നാളെ കല്യാണത്തിന് പോവാണ്, ഇജ്ജ് നോക്കിക്കോ. അങ്ങനെ അതാ കല്യാണത്തിൻ്റെ ആ രാത്രി തലേ ദിവസം പല ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം. എന്നാൽ സത്താറും അവിടെ വളരെയധികം സജീവമായി. എല്ലാവരും പറഞ്ഞു, സത്താറേ എൻ്റെ ഭാഗ്യമായിട്ട് എനിക്ക് ലോട്ടറിയാണ് കിട്ടുന്നത്.
ഇത്രയും വലിയൊരു വീട്ടിൽ നിന്ന് ഇത്രയും സൗകര്യമുള്ള ഇത്രയും പണക്കാരെ വീട്ടിൽ നിന്ന് എനിക്കൊരു ലോട്ടറി കിട്ടിയില്ല സത്താറേ, വല്ലാത്തൊരു ഭാഗ്യവാൻ തന്നെ. ശരിക്കും സത്താർ അത് കേട്ടപ്പോൾ എന്ത് ലോട്ടറി അല്ലേ, ആരെ വേണമെങ്കിലും കെട്ടാലോ, അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ. എന്നാൽ ആ രാത്രിയിൽ സൗദ ചിലത് തീരുമാനിക്കുന്നുണ്ടായിരുന്നു. അതെ, എല്ലാവരും കല്യാണപ്പന്തലിൽ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. നാളെയാണ് ശരിക്കുള്ള കല്യാണം. എന്നാൽ ഇന്നതിൻ്റെ തലേ ദിവസം നല്ല തിരക്കാണ്. വീട്ടിലും പരിസരങ്ങളിലും ഒരുപാട് ആളുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. എന്നാലല്ലേ ആ പെണ്ണ് കാട്ടൊരു പണി. നല്ലൊരു പുതിയാപ്പിളിനെ വിട്ടിട്ടിപ്പോൾ ഓർക്ക് തോന്നിയല്ലോ, അല്ല ഇദ്യം കാര്യങ്ങളൊന്നും ഇല്ലേക്കും ആ പെണ്ണിന്. കല്യാണം ഒഴിവാക്കിക്കണാവും. അതിനിപ്പോൾ ഒഴിവാക്കൊന്നും വേണ്ടല്ലോ. നിക്കാവും കല്യാണം ചാടിപ്പോകാനൊന്നും. അത് ഓൽക്കും ഓരോ നിയമങ്ങളല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചാടിപ്പോയിട്ടൊക്കെ മറ്റുള്ളവരെ ഒഴിവാക്കിയിട്ട് പോവുക അല്ലല്ലോ. അതൊക്കെ ഓരോ ഇഷ്ടത്തിനാണ് പോവല്ലേ. എന്നാലും ആ പെണ്ണില്ലേ. എന്നാൽ സൗദയോട് ആ ദിവസം ഉമ്മ പറഞ്ഞു, സൗദ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിന്നോ, ആ ചീഞ്ഞാണ്ട് ഒഴിവായിക്കാളാ. എന്തിന്? അതെ, ഇവിടെ കുറേ ആൾക്കാർ എന്നെ കാണാൻ വരും, അതിനൊക്കെ നല്ല മട്ടത്തിന് ഈ നിന്നോണ്ടി കേട്ടോ. അല്ലാതെ ഇജിങ്ങനെ ഉണ്ടാദ്യം പറയാൻ നിൽക്കണ്ട. എന്തിനാ വരുന്നത് ആൾക്കാർ കാണാൻ? അറിയാത്ത മാതിരിയുള്ള ചോദ്യം കേട്ട. അതെ, സത്താർ എന്ന് പറഞ്ഞ ഒരുത്ത എന്നെ കല്യാണം കഴിക്കുകയാണ്. നാളെ മുതൽ ഓനായിരിക്കും എൻ്റെ ഭർത്താവ്. നിങ്ങൾ രണ്ടാളും ഒരുമിച്ചായിരിക്കും ജീവിക്കുക. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ നടക്കാൻ പോണത്. ഉമ്മ വാക്കുകൾ സൂക്ഷിക്കണം. ഉമ്മ പറയുന്നത് എന്താടി, എനിക്ക് എന്തിൻ്റെ കേടാ? നല്ല ഡ്രസ്സ് ചിലക്കാതെ പോയിട്ടോ, അല്ലാതെ ഈ പയഞ്ചൻ ഡ്രസ്സ് ഇത്ര ആൾക്കാരൊക്കെ വന്നു തുടങ്ങിക്കണേ. പുതിനെ കാണാൻ കണ്ട് വരും. എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിക്കൂടിൻ്റെ പൊന്നാര പടപ്പേ, ഇങ്ങനെ ഇടല്ലേ. എന്നാൽ സൗദയെ നിർബന്ധിക്കുന്നു. സൗദയാണെങ്കിൽ ഉമ്മ പറയുന്നത് കേൾക്കാൻ കഴിയാതെ അവൾ കരയുകയായിരുന്നു. മതി എന്നെ മുതല കണ്ണീരൊഴുക്കിയത്. കുറേ നേരമായി എന്നോട് ഞാൻ പറഞ്ഞു ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കാളാ, വേഗം ഒന്ന് അണിഞ്ഞൊരുക്കി നിന്നൂട്. എന്നാൽ ഈ സമയം ഹസീന അതാ നല്ല ഒരുക്കത്തിലാണ്. അവൾ അവളുടെ റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ അവളുടെ 2 കൂട്ടുകാരികളെയും വിളിച്ചിരുന്നു. എടി, നന്നായിട്ടിരുന്ന് മേക്കപ്പ് ചെയ്യട്ടോ. എടി പെണ്ണെ, കണ്ടാൽ നീയാണ് മണവാട്ടിന്ന് തോന്നും. ഇളം പച്ച നിറത്തിലുള്ള മനോഹരമായൊരു ചുരിദാറായിരുന്നു സൗദയുടെ അനിയത്തി ഹസീന ധരിച്ചിരുന്നത്. അത്യാവശ്യം ഹെവി വർക്ക് അതിലുണ്ടായിരുന്നു. എടി പെണ്ണെ, നല്ല സെലക്ഷൻ. ഇത് ഏത് ചുരിദാറ്? ഇതൊക്കെ വാങ്ങാനാണ്. ഞങ്ങൾക്ക് എത്ര പൈസ ഉണ്ടടി, അതൊക്കെ വാങ്ങിക്കൂടെ? അതെ, സത്താർ വാങ്ങിക്കൊടുത്തതായിരുന്നു. ഇതൊക്കെ എടി അളിയൻ്റെ വകമായിട്ട് വാങ്ങി തന്നതാണ്. അത് എടി പെണ്ണെ നല്ല മനോഹരമായിട്ടുണ്ട്. അങ്ങനെ അതിലേക്കുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ധരിച്ച് അവൾ ആ കണ്ണാടിയുടെ മുമ്പിൽ രാജകുമാരിയെ പോലെ നിന്നു. ബാക്കിയുള്ള മേക്കപ്പും കാര്യങ്ങളും എല്ലാം അവളുടെ കൂട്ടുകാരികൾ ചെയ്തു കൊടുത്തപ്പോൾ ശരിക്കും ഹസീന അവളുടെ സൗന്ദര്യം കണ്ട് തന്നെ ഞെട്ടി. എടി പെണ്ണെ, എൻ്റെ താത്ത കറുത്തിട്ടാണ്, പക്ഷെ അനിയത്തിയായി ഈ അങ്ങനെ എത്ര വെളുത്തത്? എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരി നല്ല മനോഹരമായത്. അനിയത്തി മണവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. എല്ലാവരും പറഞ്ഞു, ശരിക്കും വന്നാലേ എൻ്റെ കല്യാണം എന്ന് വിചാരിക്കുള്ളൂ. എന്നാൽ എൻ്റെയും കൂടി കൂട്ടത്തിൽ കൂടെ ആക്കിക്കൂടേനോ? പലരും അത് പറഞ്ഞു. ആളുകളെല്ലാം എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ. എന്നാൽ ഈ സമയം സൗദ അവളെ ഉമ്മ വീണ്ടും നിർബന്ധിക്കണം. എടി പെണ്ണെ, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കാൻ. എന്നോട് എന്താ പറഞ്ഞിട്ട് കേൾക്കാത്ത? ഉമ്മ എന്തിന്? ഭ്രാന്തിയായ ഒരു പെണ്ണിന് എന്തിനാ ഉമ്മ ഡ്രസ്സ്? ജിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ അല്ലേ? ഒരു റബ്ബെ, വല്ലാത്തൊരു തലവേദനയാണല്ലോ എന്നെ കൊണ്ട്. അനക്ക് എവിടെയെങ്കിലും പോയി മരിച്ചൂടെടി. എന്തിനാ ജിന്നിങ്ങനെ ഇടങ്ങാറാക്കണത്? ഉമ്മയുടെ ആ ഒരു വാക്കുകൂടി കേട്ടപ്പോൾ അത് അവളുടെ ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് മുറിവുണ്ടാക്കി. എന്നാൽ അനിയത്തിയുടെ കൂടെ അതാ കളിച്ചും ചിരിച്ചും തോഴിമാരും ഒക്കെ അങ്ങനെ നടക്കുകയാണ്. നാളത്തെ മണവാട്ടി ഇത്താത്തിയാണെങ്കിലും അനിയത്തി പൊളിച്ചു കേട്ടോ. പലരും അവരുടെ കൂടെ ഇരുന്ന് സെൽഫി എടുക്കുന്നു. അങ്ങനെ പലതും. സൗദ അതെല്ലാം കേട്ടും കണ്ടും ഒരു മൂലയിൽ അവളുടെ റൂമിൽ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയം റാഹിലയും ഷെറീനയും റാഹിലയോട് ഷെറീന പറയുന്നു, എന്തായാലും വേണ്ടിയില്ല, കല്യാണത്തിന് നല്ല അടിപൊളിയായിട്ട് പോകണം, എന്നൊരു സെൽഫി എടുക്കണം മണവാട്ടിൻ്റെ കൂടെ. ഇത്ര സ്റ്റാറ്റസ് ഇട്ടിട്ടേ പുത്തൻ വീട് തറവാട്ടുകാരൊക്കെ കാണുന്ന രീതിയിലാക്കി വെക്കണം. അത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പബ്ലിക് ആക്കി വെക്കണം, അല്ലഞ്ഞാലേ അവർ കാണൂല. ഞാൻ എന്തൊക്കെ തന്നെയാലും ഇന്നൊന്ന് പോയി നോക്കട്ടെ പുത്തൻ വീട് തറവാട്ടിലേക്ക്. താത്ത വേണ്ട, നിങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. ഒരുപക്ഷെ ആ സൗദക്ക് അതൊരബദ്ധം പറ്റിയതായിരിക്കാം. ഇജെന്തിനാ അതൊക്കെ നോക്കണത്? ഓൾക്ക് എന്തെങ്കിലും പറ്റി ഓലെ വിഷമിപ്പിക്കണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ചിന്തകൾ, വേറെ ഒന്നുമില്ല.
താത്ത എല്ലാം പഠിച്ചും കാണുന്നുണ്ട്. റായില ഇജ്ജ് കുറച്ച് ദീനി അയക്കണമെന്ന് വിചാരിച്ചിട്ട് ജിന്ന അങ്ങനെ ആക്കാൻ നോക്കണ്ട. അതെ, മനുഷ്യന്മാർ കുറച്ചും വെറുപ്പിച്ചിട്ടേ നിൽക്കുള്ളൂ. എന്നാൽ നേരെ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് അവള്. അല്ല, ഈ സമയത്ത് എങ്ങോട്ടാ? ഒന്ന് പോയി പറയട്ടെ. അവിടുത്തെ കല്യാണക്കാരും ഇതൊക്കെ ഒന്ന് പറഞ്ഞാലല്ലേ അവർക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ. ആ നിമിഷം തന്നെ അതാ നേരെ ഷെറീന പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകുന്നു. താത്താ, ഐഷുമ്മ, നുസൈബ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ആരാടി നുസി അവിടെ വന്നിക്കണ് പോയേക്കാം. നുസൈബ അടുക്കള ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. ഷെറീന, പൊന്നാര താത്താ, നിങ്ങളോട് എടി ആ കുട്ടികളുടെ അകത്ത് കൊണ്ടേ വെക്ക്. രണ്ടെണ്ണത്തിനും കൂടി ഒരുമിച്ച് കണ്ടാലേ ഓൾ ഒന്നിനും മടിക്കാത്തതാണ്. ഐഷുമ്മ അതാ നുസൈബക്ക് ആംഗ്യം കാണിച്ചു കൊടുത്തു. നുസൈബ കുഞ്ഞുങ്ങളെ ഒരു റൂമിൽ കൊണ്ടേയാക്കിയിട്ട് വാതിൽ ചാരി എന്നിട്ട് പറഞ്ഞു, കയറിക്കോളി. അല്ല, എൻ്റെ കൂടെയുള്ള മറ്റേതെവിടെ റായില്ല? നിങ്ങൾ രണ്ടുള്ള ഇരട്ട കുട്ടികളെമാരും ഒപ്പം നടക്കലല്ലേ, ഒന്നവിടെ? പൊന്നാരൻ്റെ ഐഷുമ്മ, പറയേണ്ട ആൾക്കാരെ മനസ്സൊക്കെ എപ്പോഴാ മാറേ പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ അടിച്ചു വരി തുടച്ച് ഇവിടെ വൃത്തിയാക്കാം, അവിടെ നുസി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഓൾക്കത് കണ്ടൂടെ. ഓള് പറയേ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എന്നെ കൊണ്ട് കയ്യ അങ്ങനത്തെ പണി എടുക്കാമെന്നോ അങ്ങനെ എങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ പണി നല്ല എടുക്കേണ്ടി വരും. അതിനു വേണ്ടി എൻ്റെ പൊന്നാര ഐഷുമ്മ ഞാൻ ഇനി വന്നോളാം എല്ലാ പണി എടുക്കാൻ. മറ്റോക്ക് ഇപ്പോൾ കുറച്ച് അഹങ്കാരം മൂത്തുക്കണം. അഹങ്കാരം മൂത്താൽ പിന്നെ ആൾക്കാർ നിലത്തൊന്നല്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല. അല്ല ഷെറീന, ഇജിപ്പോൾ എന്ത് നേരം ഇങ്ങോട്ട് പോകുന്നത്? എൻ്റെ പൊന്നാര താത്ത, പൊന്നാര ഐഷുമ്മ, നിങ്ങളോട് എനിക്ക് പറയാൻ എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് രക്തൊറ്റി വീഴാണ്. എന്തേടി? എന്നാലുമില്ലേ ആ പമ്പർന്നോക്ക് ഇങ്ങനെ കാട്ടാൻ കഴിഞ്ഞല്ലോ. ഒന്നുമില്ലെങ്കിൽ എന്താ ഇജ് ചുറ്റി വളക്കാതെ കാര്യം പറയേ. നിങ്ങളോട് പറഞ്ഞ നിങ്ങളത് തല കറങ്ങി വീഴും. ഞാൻ വേണ്ടാത്തേ നിൽക്കണില്ല. പൊന്നാര ഐഷുമ്മ, നിങ്ങൾ അറിഞ്ഞിക്കണ വല്ലതും? നാടറിയണ കല്യാണല്ലേ. എവിടെ? നിങ്ങളെ മരോളെ കല്യാണേ. മരോളെ? നിങ്ങളെ മരോള് സൗദൻ്റെ കല്യാണമാണ്. ഓലെ പെരയിലൊരു ചങ്ങായി ഇങ്ങനെ എഞ്ഞ് നടക്കണ്ടല്ലോ, സത്താർ എന്നുള്ളൊരുത്തൻ. ഓനായിട്ട് കല്യാണം നിക്കാഹണം നാളെ. എന്നെയൊക്കെ ക്ഷണിച്ചിക്കണ്. അത് കേട്ട ഐഷുമ്മ ഞെട്ടിത്തെറിച്ചു. ഒരു നിമിഷം അവർക്ക് തോന്നി, പഠിച്ചോനെ, ഏതായാലും എൻ്റെ കുഞ്ഞിനെ കിട്ടിയതും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇടങ്ങാറാക്കിയിരുന്നവർ. എന്നാൽ ഐഷുമ്മ പുറത്തേക്ക് ആ ഒരു ഞെട്ടലൊന്നും കാണിച്ചില്ല. എന്താ ഐഷുമ്മ, നിങ്ങൾ ഞെട്ടണില്ലേ? എന്തിനടി ഞാൻ ഞെട്ടുന്നത്? എല്ലാവരും അവരവരുടെ ഇഷ്ടം നോക്കി പോയിക്കോട്ടെ. എന്തൊക്കെ തന്നെയായാലും അതന്നെ നല്ലത്. നമ്മൾ ഒരാളെയും പിടിച്ചേക്കണില്ല, ഒക്കെ ഓരോ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അതിനും വേണ്ടിയിട്ടല്ലേ ഇപ്പം എല്ലാവരും നിൽക്കണത്. എന്നാൽ ഐഷുമ്മ കൂളായിട്ടത് പറഞ്ഞപ്പോൾ ഷെറീനക്ക് തോന്നി, ഒരു ഡോസ് കൊടുത്ത് പോരാ തോണ്ട്. എന്നാലും എൻ്റെ ഐഷുമ്മ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അല്ലേ? എന്താണ് ചെയ്യണതിന്? ഒരു കുഴപ്പമില്ല, ഓളോളം ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, നമുക്കിപ്പോൾ കുഴപ്പമില്ലല്ലോ. നമ്മൾ നല്ല മട്ടത്തിൽ മാനം മര്യാദയിൽ കെട്ടിക്കൊടുന്നു. ഓൾക്കൊരു കുഴപ്പമില്ല, നല്ല മട്ടത്തിൽ ഗൾഫിലൊക്കെ ജീവിച്ചു. പിന്നെ ഓരോ ഇഷ്ടത്തിന് പോവുകയും ചെയ്തു. അതിനിപ്പോൾ നമ്മൾ പിന്നാലെ എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഐഷുമ്മയുടെ നിസ്സാരമായി തള്ളുന്ന ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും അവൾക്ക് ദേഷ്യമാണ് വന്നത്. എന്താ ഞെട്ടൊന്നും ചെയ്യാത്തത്? ഞാൻ വിചാരിച്ചു കുഴഞ്ഞ പോലും ആശുപത്രി പോലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. കൂളായിട്ട് നിൽക്കുകയാണല്ലോ, എന്താ ഇത് സംഭവം? എന്നാലും ഐഷുമ്മ എന്താലേ അവിടെ കാട്ടിക്കൂട്ടുന്നൊക്കെ ഒരു കഥയാണ്. പോലെ വീടുകൾ കണ്ടക്കുന്ന ബമ്മാടാണ്. എല്ലാം പണിയും കഴിഞ്ഞ് നല്ല അടിപൊളി സെറ്റപ്പ് വീട്. എന്തായാലും കല്യാണത്തിന് ഇന്നൊക്കെ ക്ഷണിച്ചിക്കണം, ഞാൻ പോകും. അല്ല എൻ്റെ ഒപ്പമുള്ള മറ്റേതോ? ഓള് വരുമല്ലോ, ഓളിപ്പോൾ ദീനിയായി ആളയക്കണില്ലേ? ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടോള് നന്നായിക്കണത് എന്താന്നില്ലേ? അതൊക്കെ വെറും അഭിനയമുണ്ട്. പൊന്നാര ഐഷുമ്മ, ഓള് കാട്ടിക്കൂട്ടിനൊന്നും കണക്കില്ല. ഓള് എത്ര ആൾക്കാരിത് കട്ടക്കണ് ഓരോ സാധനങ്ങൾ. കക്ക് എന്താ ഷെറീന ഈ പറയണത്? അതെൻ്റെ പൊന്നാര ഐഷുമ്മ, എത്ര കട്ടക്കണ്. ഇങ്ങളെ പറ്റുന്നുണ്ട് ഒന്ന് നോക്കി. ഇവിടെ വരെ ഓള് കളവ് നടത്തിക്കണ്. എന്താ ഷെറീന ജി പറയണത്? അതെ, നിങ്ങളെ പൊന്നും പണ്ടും നിങ്ങളൊന്ന് നോക്കിക്കണമെങ്കിൽ ഒന്ന് തപ്പി വയ്ക്കാളി. അതവിടെ ഉണ്ടോ ഇല്ലയോ ഒന്ന് നോക്കിക്കാളി. വല്ലാത്തൊരു പുതുമ. അതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ആര് കൊണ്ടാനാ? എൻ്റെ ഷെറീന, അജ്
ആൾക്കാരെ കൊണ്ട് ഇല്ലാത്ത നുണ ഒന്നും പറയരുതിട്ടോ. അത് പഠിച്ചോൻ്റെയൊക്കെ നല്ല കുറ്റമുള്ള സംഭവമാണ്. ആവശ്യമില്ലാത്ത പറയരുത്. പൊന്നാര ഐഷും മങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്. നിങ്ങൾ ആ സ്വർണ്ണമൊക്കെ ഒന്ന് പോയി നോക്കി, ആരെങ്കിലും എന്തെങ്കിലും എടുത്തക്കണോ കുറഞ്ഞക്കണോ നോക്കിക്കാളി, എന്നിട്ട് ബാക്കി ഇവിടെ വന്ന് പറയും. ഐഷുമ്മക്ക് ചിരി വന്നു. എൻ്റെ പൊന്നാര പെണ്ണെ, എന്നാൽ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഗോൾഡ് കൊടുത്തോന്നും ഐഷുമ്മ പറഞ്ഞില്ല. അതൊക്കെ അവിടെ ഭദ്രമായിട്ടുണ്ട്. പൊന്നാര ഐഷുമ്മ നിങ്ങൾ നോക്കി, ഇപ്പം നോക്കിയില്ലെങ്കിൽ ഒഴിവ് കിട്ടുമെങ്കിലും നിങ്ങൾ നോക്കി കേട്ടോ. ഞാൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇന്നൊന്ന് അറിയിക്കേ. എനിക്കിങ്ങനെ തോന്നിക്കണം എന്തൊക്കെ ഒരു കള്ളത്തരുണ്ട്. റായിൽ നിങ്ങൾ വിചാരിച്ച പോലെ നല്ല ആന കള്ളത്തിയാണ്. മുണ്ടാപ്പൂച്ച കല മുടക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് സംഭവം. എന്തൊക്കെ തന്നെയല്ലോ പടച്ച റബ്ബ് കാക്കട്ടെ. ഷെറീന ശരിക്കും അഭിനയിച്ചു എന്ന് തന്നെ പറയാം. എൻ്റെ പൊന്നാര ഷെറീന എന്തേ പറയണത്? നിങ്ങളെ പണ്ടുണ്ടോ നോക്കിയാൽ മതി. എന്തായാലും ഞാൻ പോകണം, നാളെ കല്യാണത്തിന് കൂടാറില്ല. നമ്മളോടൊക്കെ അങ്ങനെ വിളിച്ച് പറഞ്ഞേക്കണേ, വണ്ടി വരെ പറഞ്ഞേക്കാന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, എന്താ നടക്കാൻ കാലില്ലേ എന്ന് പറഞ്ഞു. അത്രയും നല്ല മട്ടത്തിൽ നമ്മൾ സ്വീകരിച്ച് ഇരുത്തുന്നുണ്ട്. അവർ എന്തൊക്കെ തന്നെ ഒന്ന് പോയി നോക്കട്ടെ. എന്നാൽ ഈ സമയം അതാ സൗദയുടെ വീട്ടിൽ അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. ആളുകളെല്ലാം കൂടും ഇപ്പോൾ. എന്നാൽ രാത്രിയാകുമ്പോൾ കുറച്ചൊക്കെ അങ്ങ് ആളുകൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും എല്ലാം ആളുകളും എത്തിത്തുടങ്ങും. എന്നെ അന്വേഷിക്കും, എന്നെ മാറ്റിക്കാൻ വേണ്ടിയൊക്കെ നിൽക്കും. പഠിച്ചോനെ, എനിക്ക് ആലോചിച്ചൂടാ അതൊന്നും റബ്ബേ. എന്നാൽ സൗദ ഓരോന്ന് ചിന്തിക്കുന്നു. ഈ രാത്രി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാം. അല്ല എങ്കിൽ നവാസ് എൻ്റെ കഴുത്തിൽ ഒരു പേരിനൊരു മഹർമാല ചാർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ ഇവിടെ വഴങ്ങി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചു സൗദ മുകളിലത്തെ റൂമിലേക്ക് തന്നെ പോയി. ആ റൂമിലെത്തി അവൾ താഴേക്ക് നോക്കി. ഒരു ഭാഗത്തായിട്ട് ആളുകളെല്ലാം ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് കുക്കിങ്ങിൻ്റെ ആളുകളുണ്ട്. എന്നാൽ ഒരു ഭാഗം ഫ്രീ ആണ്. പഠിച്ചോനെ അല്ലാ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തപ്പോൾ ചെയ്യാൻ? ഞാൻ എങ്ങനെ പോയാലും കാണും. പെട്ടെന്നാണ് അവൾക്ക് ആ ഐഡിയ ഓർമ്മ വന്നത്. അത് നവാസ്ക ഗൾഫിൽ നിന്ന് വാങ്ങിത്തന്ന ആ ഒരു പർദ്ദയും ഹിജാബും അത് അവളുടെ കണ്ണിൽപ്പെട്ടു. അത് അണിഞ്ഞെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നവൾക്ക് ഉറപ്പ് ആയി. ഓരോ ചിന്തകളിലാണ്. ആളുകളുടെ ശബ്ദങ്ങളെല്ലാം താഴെയും മേലെയുമെല്ലാം കേൾക്കുന്നുണ്ട്. സൗദ ഓരോന്ന് ആലോചിച്ചു. അത് കയ്യിൽ എന്തെങ്കിലും കരുതണം എന്നൊക്കെ. പക്ഷെ അതൊക്കെ കൊണ്ടുപോകുമ്പോഴേ അതൊന്നും ഒരിക്കലും അറിയില്ല. എങ്കിലും അവൾ ചെറിയൊരു ബാഗെടുത്ത് അതിൽ അവളുടെ 1-2 ഡ്രസ്സുകൾ കുത്തി അമർത്തി. സൗദ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എങ്ങോട്ടാണ് ഞാൻ പോകുക? അത് എവിടെയും എനിക്ക് സ്ഥാനമില്ല. ഞാനായിട്ട് ഇറങ്ങിപ്പോന്നതാണ്. അവൾക്കൊരു നിമിഷം തോന്നിപ്പോയി അത് മരണത്തിലേക്കാണെങ്കിൽ കൂടിയിട്ട് പോകണം, ഇവിടെ നിന്ന് രക്ഷപ്പെടണം. സൗദ അത് ആലോചിച്ചു. വീട്ടിൽ കല്യാണത്തിൻ്റെ തിരക്ക്, അതിനിടയിലൂടെ പർദ്ദയും ഹിജാബും അണിഞ്ഞുകൊണ്ട് അത് രക്ഷപ്പെടണം. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.